ഹായ് ഗൈസ്, നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഹൈലി റെക്കമെൻഡഡ് വീഡിയോ ആണ്. കാര്യം വേറൊന്നുമല്ല, നമ്മുടെ വീഡിയോസ് സ്ഥിരം കാണുന്ന കുറച്ച് പ്രേക്ഷകർ എനിക്ക് ഇൻസ്റ്റാഗ്രാം മെസ്സേജ് പറഞ്ഞൊരു കാര്യമാണ്. അവരിപ്പോൾ ഫേസ് പാക്കും അതുപോലെ ക്രീംസും യൂസ് ചെയ്യുന്നില്ല. വേറൊന്നുമല്ല, എന്ത് യൂസ് ചെയ്തിട്ടും അതിൻ്റെ റിസൾട്ട് അവരുടെ സ്കിന്നിൽ കാണുന്നില്ല. പക്ഷേ അവരുടെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനൊക്കെ അത് യൂസ് ചെയ്യുന്ന നല്ല റിസൾട്ടുണ്ട്. എന്തുകൊണ്ട് എനിക്ക് മാത്രം റിസൾട്ട് കിട്ടുന്നില്ല എന്നൊരു ചോദ്യം അവരോട് ചോദിച്ചു. എന്തുകൊണ്ടാണ് നമ്മുടെ സ്കിന്നിൽ നമ്മൾ എന്ത് ഫേസ് പാക്ക് ഇട്ടാലും എന്ത് ക്രീം ഇട്ടാലും നമുക്ക് റിസൾട്ട് കിട്ടാത്തതെന്ന് അറിയാവുക? നമ്മുടെ സ്കിൻ ബാരിയർ ഡാമേജ് ആയതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ സ്കിൻ ബാരിയർ റിപ്പയർ ചെയ്യണം. ഇത് റിപ്പയർ ചെയ്താലേ നമ്മുടെ സ്കിന്നിന് ആ നഷ്ടപ്പെട്ടു പോയ ഗ്ലോയും ആ ഒരു ഫെയർനെസ് ഒക്കെ തിരിച്ച് കിട്ടത്തുള്ളൂ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്, നമുക്ക് എങ്ങനെ ഇത് മാറ്റിയെടുക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ സ്കിന്നിൻ്റെ ടെക്സ്ചർ, അതുപോലെ നമ്മുടെ ഓവറോൾ അപ്പിയറൻസ്, നമ്മുടെ ഹൈറ്റ് ആയാലും നമ്മുടെ ഹെയർ ആയാലും നമ്മുടെ ബോഡി സ്ട്രക്ചർ ആയാലും എല്ലാം നമ്മുടെ ജെനറ്റിക്സ് ആയിട്ട് ഭയങ്കര ലിങ്ക്ഡാണ്. അതുപോലെ നമ്മുടെ വളർച്ചയുടെ പല ഘട്ടങ്ങളിലും നമുക്ക് ഈ ഹോർമോൺ ലെവൽസിൽ പലതരത്തിലുള്ള വ്യതിയാനങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഈ വ്യതിയാനങ്ങളും നമ്മുടെ സ്കിൻ ഹെൽത്തായിട്ട് നല്ലൊരു കണക്ഷനുണ്ട്. ഇതും നമ്മുടെ സ്കിൻ ഹെൽത്തിനെ ബാധിക്കുന്നതാണ്. അതുപോലെ ചില അസുഖങ്ങൾ, ഇപ്പോൾ ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, അതുപോലെ തൈറോയ്ഡ് ഇഷ്യൂസ്, ഇതൊക്കെ വരുന്ന മൂലം നമ്മുടെ സ്കിൻ ഹെൽത്ത് നല്ല രീതിയിൽ ഡള്ളാകുന്നതാണ്. മറ്റൊരു പ്രധാന പ്രശ്നം പറഞ്ഞാൽ ലാക്ക് ഓഫ് സ്ലീപ്പാണ്. ഇപ്പോൾ നമ്മൾ കൊച്ചി താമസിക്കുന്ന ആൾക്കൊക്കെ മനസ്സിലാവുന്നു. ഇപ്പോൾ രാത്രി 2-2:30 മണിയാകുമ്പോൾ നിങ്ങളിപ്പോൾ മറൈൻ ഡ്രൈവിൽ ഒബ്രമോളിലൊക്കെ പോയി കാണാൻ പറ്റും. ചെറുപ്പക്കാരെ സ്ത്രീകളും പുരുഷന്മാരൊക്കെ കറങ്ങി നടക്കുന്നത്. ആർക്കും ഇപ്പോൾ ഉറക്കമില്ല. എല്ലാവരും 3-3:30-4 മണിക്കൊക്കെ തുടങ്ങുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ സ്കിൻ ഹെൽത്ത് ഇമ്പ്രൂവ് ആകുന്നത്? നമ്മുടെ സ്കിൻ ഹെൽത്തും ഓവറോൾ അപ്പിയറൻസ് ഒക്കെ ഇമ്പ്രൂവ് ആണ്. നമ്മൾ 7 to 9 hours എങ്കിലും ഉറങ്ങിയിരിക്കണം. ഈ നമ്മൾ കറക്റ്റായിട്ട് ഉറങ്ങിയില്ലേ നമ്മുടെ ഹോർമോൺസ് ലെവൽസിലൊക്കെ നല്ല രീതിയിൽ മാറ്റങ്ങൾ സംഭവിക്കും. ഇതും നമ്മുടെ സ്കിൻ ഹെൽത്ത് നല്ല രീതിയിൽ ഡള്ളാക്കുന്നതാണ്. മറ്റൊരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ലാക്ക് ഓഫ് പ്രോപ്പർ ന്യൂട്രീഷനാണ്. പല ആൾക്കാരും വിശപ്പ് കെടാൻ വേണ്ടി എന്തെങ്കിലും കഴിക്കുന്നതല്ല, നമ്മുടെ ഹെൽത്തിനും അതുപോലെ സ്കിന്നിനും ഗുണമുള്ള എന്തെങ്കിലും ആഹാരം തിരഞ്ഞു പിടിച്ച് കഴിക്കുന്ന ആൾക്കാർ വളരെ കുറവായിരിക്കും. ഈ ന്യൂട്രിയൻസിൻ്റെ അഭാവം മൂലവും നമ്മുടെ സ്കിന്നിന് നല്ല രീതിയിൽ ഡള്ളാകുന്നതാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ ഡയറ്റിൽ വൈറ്റമിൻ സി, വൈറ്റമിൻ ഇ, അതുപോലെ ഒമേഗ 3 ഇത് അടങ്ങിയ ഫുഡുകൾ ധാരാളം കഴിക്കാൻ നോക്കുക. അപ്പോൾ ഇത് കഴിക്കുന്ന മൂലം നമ്മുടെ സ്കിൻ ഹെൽത്ത് നല്ലതായിട്ട് ഇമ്പ്രൂവ് ആകുന്നത്, നമ്മുടെ സ്കിൻ ഗ്ലോ ആകുന്നതാണ്. ഇനി നിങ്ങൾക്കത് പറ്റിയില്ലെങ്കിൽ ഞാൻ 2 മെഡിസിൻസ് പറഞ്ഞു. ഹാവ് ഗ്ലോ എന്ന് പറഞ്ഞ ടാബ്ലറ്റ് ഉണ്ട്, മെഡിക്കൽ സ്റ്റോർ കിട്ടും. ഇതിലെ മെയിൻ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഗ്ലൂട്ടാത്തിയോൺ, വൈറ്റമിൻ സി, വൈറ്റമിൻ ഇ, ഗ്രേപ്പ് സീഡ് എക്സ്ട്രാക്റ്റ് ആണ്. ഈ ഒരു ക്യാപ്സൂളിൻ്റെ ഡോസേജ് വന്നാൽ ഡെയിലി ഒരു ക്യാപ്സൂൾ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം നിങ്ങൾ കഴിക്കേണ്ടതാണ്. ഇത് നിങ്ങളുടെ സ്കിന്നിൻ്റെ അപ്പിയറൻസ് നല്ല രീതി ഇമ്പ്രൂവ് ആകുന്നതാണ്. രണ്ടാമത്തെ ടാബ്ലറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്ത ഡോസിൻ്റെ ആൻറ്റി ഓക്സിഡന്റ് HCG ടാബ്ലറ്റ്. ഇതിലെ മെയിൻ കണ്ടന്റ് ബീറ്റാ കരോട്ടിനാണ്. ഇത് നമ്മുടെ സ്കിൻ ഹെൽത്ത് നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ടാബ്ലറ്റും മീൽസ് കഴിഞ്ഞ് നിങ്ങൾക്ക് ഒരു ടാബ്ലറ്റ് കഴിക്കാവുന്നതാണ്. ഇതും നിങ്ങളുടെ സ്കിൻ ഹെൽത്ത് നന്നായിട്ട് ഇമ്പ്രൂവ് ആകുന്നതാണ്. ഈ 2 ടാബ്ലറ്റ്സും നിങ്ങൾക്ക് മെഡിക്കൽ സ്റ്റോർ കിട്ടും. മറ്റൊരു പ്രധാന കാരണം സ്ട്രെസ്സാണ്. ഈ സ്ട്രെസ്സ് കൂടുമ്പോൾ എന്ത് സംഭവിക്കും? ഇൻഫ്ലമേഷൻ സംഭവിക്കും. ഇൻഫ്ലമേഷൻ സംഭവിക്കുമ്പോൾ എന്ത് പറ്റും? നമ്മുടെ സ്കിന്നിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കുറയും. ബ്ലഡ് ഫ്ലോ കുറയുമ്പോൾ എന്ത് പറ്റും? നമുക്ക് അങ്ങോട്ടുള്ള ന്യൂട്രിയൻ സപ്ലൈ കുറയും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ സ്കിൻ ഹെൽത്ത് നന്നായി ഡള്ളാകുന്നതാണ്. അപ്പോൾ മാക്സിമം സ്ട്രെസ് ഫ്രീ ആയിരിക്കാൻ നോക്കുക. പിന്നെ മറ്റൊരു കാരണം പറഞ്ഞാൽ സ്കിപ്പിംഗ് സൺസ്ക്രീനാണ്. പല ആൾക്കാരും ഇപ്പോൾ സൺസ്ക്രീൻ സ്കിപ്പ് ചെയ്യാറുണ്ട്. എവിടെയെങ്കിലും പുറത്തു പോകുമ്പോൾ ഇടുന്നല്ലാതെ വീട്ടിലുള്ളപ്പോൾ ആരും സൺസ്ക്രീൻ യൂസ് ചെയ്യാറില്ല. സൺസ്ക്രീനാണ് ഇതിൻ്റെ ബേസ്. എന്ത് ചെയ്താലും സൺസ്ക്രീൻ പ്രോപ്പർ ആയിട്ടില്ലെങ്കിൽ നമുക്ക് ഒരു ഗുണമില്ല. നമ്മൾ വെള്ളത്തിൽ വരച്ച വര പോലെ ആയിപ്പോൾ ഒരു ഗുണം ഉണ്ടാകത്തില്ല. നിങ്ങൾ സ്കിൻ ടൈപ്പിനനുസരിച്ച് ഏത് സൺസ്ക്രീനാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത്, ആ സൺസ്ക്രീൻ നിങ്ങൾ വീട്ടിലാണെങ്കിലും പുറത്താണെങ്കിലും മസ്റ്റായിട്ട് യൂസ് ചെയ്യണം. ഒരു 9:30 ശേഷം നിങ്ങൾ സൺസ്ക്രീൻ മസ്റ്റായിട്ട് അപ്ലൈ ചെയ്യണം. അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട മസ്റ്റായ കാര്യം, എല്ലാ വർഷത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ കംപ്ലീറ്റ് ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം. ഈ കംപ്ലീറ്റ് ബ്ലഡ് ടെസ്റ്റിൻ്റെ കൂടെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് കൂടെ ചെയ്യണം. ഈ 2 ടെസ്റ്റ് നിങ്ങൾ മസ്റ്റായിട്ട് ചെയ്യിക്കണം. നമ്മുടെ സ്കിന്നിന് എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് ഈ 2 ടെസ്റ്റ് ചെയ്യുമ്പോൾ കണ്ടെത്താൻ പറ്റും. എന്തെങ്കിലും ഇഷ്യൂസ് നിങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ നിങ്ങൾ വെള്ളം ധാരാളമായി കുടിക്കുക. വെള്ളം കൂടി കുറഞ്ഞാലും നമ്മുടെ സ്കിൻ ഹെൽത്ത് നന്നായിട്ട് അത് അഫക്റ്റ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് വെള്ളം ഡെയിലി 3 ലിറ്റേഴ്സ് മസ്റ്റായി നിങ്ങൾ കുടിക്കുക. ഇനി നമുക്ക് വേണ്ടത് നല്ലൊരു ഫേസ് പാക്കാണ്. ഇതിന് ഇൻഗ്രീഡിയൻസ് പറഞ്ഞാൽ നമ്മുടെ വെള്ളരിക്ക, അതിൻ്റെ തൊലിയും കുരുവും കളഞ്ഞ് നൈസായി കട്ട് ചെയ്യുക. കൂടെ ഉരുളക്കിഴങ്ങിൻ്റെ തൊലി കളഞ്ഞ് നൈസായിട്ട് കട്ടിയെടുക്കുക. അതിൻ്റെ കൂടെ ക്യാരറ്റിൻ്റെ തൊലി കളഞ്ഞ് അതും നൈസായി കട്ടിയെടുക്കുക. ഇത് 3ഉം കൂടെ മിക്സിക്കത്തിലടിച്ച് നല്ല പേസ്റ്റ് രൂപത്തിലാക്കുക. എന്നിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു ഡെപ്പിയിലോ അല്ലെങ്കിൽ ജാറിലൊക്കെ അടച്ച് നിങ്ങൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഐസ് ട്രേയിൽ ഒഴിച്ച് ഐസ് ക്യൂബ്സ് ആയിട്ട് ഉപയോഗിക്കാം. ഇത് ഡെയിലി നിങ്ങൾ ഫേസിൽ അപ്ലൈ ചെയ്ത് ഒരു 15 to 20 minutes കഴിയുമ്പോൾ വാഷ് ചെയ്ത് കളയുക. നിങ്ങളുടെ സ്കിൻ ഗ്ലോ ഇൻഹാൻസ് ആകുന്നതാണ്. നിങ്ങൾക്ക് ഡാർക്ക് സ്പോട്ട്സ്, പിഗ്മെൻറ്റേഷൻ കാര്യങ്ങളൊക്കെ കുറയുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ എന്തൊക്കെ പറഞ്ഞു? മെഡിസിൻ പറഞ്ഞു,
ഫേസ് പാക്ക് പറഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് ക്രീം. ഞാൻ 2 സ്കിൻ ബാരിയർ റിപ്പയറിംഗ് മോയ്സ്ചറൈസർ പറഞ്ഞുതരാം. ഈ 2 മോയ്സ്ചറൈസറിലെ മെയിൻ കണ്ടന്റ് സെറാമൈഡ്സും അതുപോലെ ഹൈറോണിക് ആസിഡുമാണ്. ഈ സെറാമൈഡ്സ് നമ്മുടെ സ്കിൻ ബാരിയർ റിപ്പയർ ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഏറ്റവും നല്ല ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ ഈ 2 മോയ്സ്ചറൈസറും നിങ്ങൾ നൈറ്റേ അപ്ലൈ ചെയ്യാവുള്ളൂ. അപ്പോൾ ഏതൊക്കെയാണ് മോയ്സ്ചറൈസർ ഞാൻ പറഞ്ഞില്ല, ശ്രദ്ധിച്ചു കേട്ടോ. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ മോയ്സ്ചറൈസർ പറഞ്ഞാൽ ഡെർമാ ടച്ചിൻ്റെ സ്കിൻ ബാരിയർ റിപ്പയറിംഗ് മോയ്സ്ചറൈസറാണ്. ഈ ഒരു മോയ്സ്ചറൈസറിലെ മെയിൻ കണ്ടന്റ് 1 സെറാമൈഡ്സും 2 ഹൈറോണിക് ആസിഡാണ് ഹൈലൈറ്റ് ആയിട്ടുള്ളത്. ഈ 2 ഇൻഗ്രീഡിയൻസും നിങ്ങളുടെ സ്കിൻ ബാരിയർ നന്നായിട്ട് റിപ്പയർ ചെയ്യുന്നതാണ്, നന്നായിട്ട് ഗ്ലോ എൻഹാൻസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു മോയ്സ്ചറൈസർ നിങ്ങൾ നൈറ്റാണ് അപ്ലൈ ചെയ്യേണ്ടത്. രാവിലെ ഒരിക്കലും അപ്ലൈ ചെയ്ത് നൈറ്റേ അപ്ലൈ ആവുള്ളൂ. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ മോയ്സ്ചറൈസറെ പറ്റി ഞാൻ രണ്ടാമത്തെ മോയ്സ്ചറൈസർ പറഞ്ഞാൽ ഡോക്ടർ ഷേത്തിൻ്റെ സിഗ ആൻഡ് സെറാമൈഡ് മോയ്സ്ചറൈസറാണ്. ഈ ഒരു മോയ്സ്ചറൈസറിലെ മെയിൻ കണ്ടന്റ് പറഞ്ഞാൽ സിഗ എക്സ്ട്രാക്റ്റാണ്. സിഗ എന്ന് പറഞ്ഞാൽ ഒരു ടൈപ്പ് ഒരു അക്വാട്ടിക് പ്ലാന്റ് ആണ്. നമ്മുടെ അക്വേറിയത്തിലൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ ഇടുന്ന കണ്ടിട്ടുണ്ട്. ഈ പ്ലാന്റിൻ്റെ ഏറ്റവും മെയിൻ ഗുണങ്ങളെന്ന് പറഞ്ഞത് ഇത് നമ്മുടെ സ്കിൻ ബാരിയർ നന്നായിട്ട് റിപ്പയർ ചെയ്യും, നമ്മുടെ സ്കിൻ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യും, നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യും. അപ്പോൾ അത്ര ഗുണങ്ങളുള്ളൊരു പ്ലാന്റാണ് ഈ സിഗ പ്ലാന്റ്. അപ്പോൾ ഈ സിഗയാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ഇനി രണ്ടാമത്തെ ഇൻഗ്രീഡിയൻറ്റ് പറഞ്ഞാൽ ഗ്ലിസറിനും അതുപോലെ സെറാമൈഡ്സുമാണ്. അപ്പോൾ ഈ ഒരു ക്രീമും നിങ്ങൾ നൈറ്റാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഈ 2 ക്രീമും നിങ്ങൾക്ക് എല്ലാ സ്കിൻ ടൈപ്പാർക്ക് യൂസ് ചെയ്യാം. ഡ്രൈ ടു നോർമൽ സ്കിൻ ആർക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷേ ഒരു കാരണവശാലും രാവിലെ യൂസ് ചെയ്ത് രാവിലെ സൺസ്ക്രീനില്ല വേറെ ഒന്നും അപ്ലൈ ചെയ്യരുത്. അപ്പോൾ ഈ 2 മോയ്സ്ചറൈസറിൽ ഏതെങ്കിലും മോയ്സ്ചറൈസർ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ നിയറസ്റ്റ് ആയിട്ടുള്ള മെഡിക്കൽ സ്റ്റോറിൽ ഏതാണോ കിട്ടുന്നത് അത് നിങ്ങൾക്ക് വാങ്ങി യൂസ് ചെയ്യാവുന്നതാണ്. നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. അതുപോലെ നിങ്ങളുടെ സ്കിൻ ബാരിയർ റിപ്പയർ ആകുന്നതാണ്. നിങ്ങൾ നഷ്ടപ്പെട്ട ഗ്ലോയിങ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തിരിച്ച് കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ള നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താൻ സബ്സ്ക്രൈബ് ചെയ്തോ? യെസ് സർ. ഇവനോ? ചെയ്യിച്ചു സർ. ബെല്ലൈക്കൺ ഞെക്കിന്ന് പറടാ. ഞെക്കി സർ. ഗുഡ്.